ആ നിലവിളക്ക് അവിടെയല്ലേ ഇരുന്നത്? എങ്ങനെ ഏടത്തിന്റെ അടുത്തെത്തിയേ? അതെ വസു, ഇപ്പുറത്തിരുന്ന നിലവിളക്ക് എങ്ങനെ അപ്പുറത്തേക്ക് പോയത്? ആന്റിയുടെ മുഖത്തെന്താ ഒരു കള്ള ലക്ഷണം? അപ്പോ നിലവിളക്കിൽ നിന്ന് സാരി കത്തിപ്പിടിച്ചത് ആന്റിയുടെ പ്ലാൻ തന്നെയായിരിക്കും. ഈ കാർത്തിക കഴുത്ത് എന്താ എന്റെ മുഖത്തേക്ക് നോക്കുന്നേ? എല്ലാരും എന്നെ സംശയിക്കാൻ വേണ്ടിയാണോ? നിലവിളക്ക് വേണോന്ന് വെച്ച് ബസ്വട്ടത്തിന്റെ അടുത്ത് ആരെങ്കിലും വെച്ചതാണോ എന്തോ? ഈ നന്ദിനി എന്താ എല്ലാം കണ്ടതുപോലെ സംസാരിക്കുന്നേ? അങ്ങനെ എങ്ങനെ സംഭവിക്കാനാ നന്ദിനി? ഇവിടെ നമ്മളല്ലേ ഉള്ളൂ. ഞാനാ ഇതൊന്നും ശ്രദ്ധിക്കാതെ അറിയാതെ വിളക്കിന്റെ അടുത്ത് പോയി നിന്നത്. പക്ഷെ ഒന്നും സംഭവിച്ചില്ലല്ലോ. പൂജാരി, ഹോമം വേഗം ആരംഭിച്ചോളൂ. ഓം ഹോമനാരായണായ നമഃ സ്വാഹ. ഓം ഹോമനാരായണായ ഇദം നമഃ. ശ്രീമൻ മഹാഗണാധിപതേ നമഃ സ്വാഹ. ശ്രീമൻ മഹാഗണാധിപതേ ഇദം നമഃ. എന്തായാലും രക്ഷപ്പെട്ടു. വസുവിന് എന്നെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇവിടെ വെച്ച് കൊന്നേനെ. അമ്പലം ആയതുകൊണ്ടും ഹോമം നടക്കുന്നതുകൊണ്ടും വെറുതെ വിടുക ഇളയമ്മേ. അല്ലായിരുന്നെങ്കിൽ എന്റെ തനി സ്വഭാവം അറിഞ്ഞേനെ. ഓം സൂര്യായ നമഃ സ്വാഹ. ഓം സൂര്യായ ഇദം നമഃ. ഓം ചന്ദ്രായ നമഃ സ്വാഹ. ഓം ചന്ദ്രായ ഇദം നമഃ. ഓം വനസ്പതയേ നമഃ സ്വാഹ. ഓം വനസ്പതയേ ഇദം നമഃ. ഓം ശം ശനൈശ്വര്യായ നമഃ. ആദ്യായ ച സോമായ ഗണായ ബുധായ ച ഗുരു ശുക്ര ശനിഭ്യശ്ച ഭാവേ കേതവേ നമഃ സ്വാഹ. ഓം നവഗ്രഹായ ഇദം നമഃ. പൂർണ്ണാഹുർയാമി. സമये सूर्यादीनां नवानां ग्रहाणाम् अत्यन्त आनुकूलिता फलसिद्धिरस्तु. ओं नमोऽस्मनन्ताय सहस्रमूर्तये सहस्रपादाक्षशिरोर्बाहवे सहस्रनाम्ने पुरुषाय शाश्वते सहस्रकोटियुगधारिणे नमः. മോളെ, എല്ലാവരും ഹോമത്തിന് കൈയെടുത്ത് തൊഴുത് നിങ്ങൾക്ക് വേണ്ടത് പ്രാർത്ഥിക്കുക. ഹോമം ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. എനിക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല. ഞാൻ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏട്ടന്മാർക്കും ഏട്ടത്തിമാർക്കും നല്ലത് മാത്രം വരണേ. അവർക്ക് ഒരു കഷ്ടപ്പാടും ഉണ്ടാവരുത്. ഭഗവാനെ, അഖിൽ എന്നോടുള്ള ദേഷ്യം കുറയണേ. എന്നെ വഴക്ക് പറയുന്നത് നിർത്തിയിട്ട് ഞാൻ പറയുന്നത് പോലെ അനുസരിക്കണേ. അഖിലിന്റെ കാലം എത്രയും പെട്ടെന്ന് ഭേദമാകണം. അഖിലിനും കാർത്തികയ്ക്കും ഇടയ്ക്ക് ഇനി ഒരു വഴക്കും ഉണ്ടാകാൻ പാടില്ല. ആർക്കെന്ത് സംഭവിച്ചാലും വേണ്ടില്ല, എന്റെ രാജിക്ക് ജാമ്യം കിട്ടിയാ മതി. അദ്ദേഹം വെളിയിൽ വരണം. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കല്യാണം നടക്കണം. അഖിലിന്റെ കാല് വേഗം ഭേദമാവണേ ഭഗവാനെ. അതുപോലെ എന്റെ ഏട്ടൻ ചെയ്യുന്ന ഈവൻസിൽ നിന്നൊക്കെ ലാഭം കിട്ടണേ. सकल आयुरारोग्यैश्वर्याभिवृद्धिरस्तु. सरस्वती अनुग्रह कटाक्ष सिद्धिरस्तु. मनोवांछा फलसिद्धिरस्तु. आरोग्यमस्तु. होमनारायण अनुग्रह प्राप्तिरस्तु. तथास्तु. നല്ലത് വരട്ടെ. പൂജാരി, മോളെ, ഈ പ്രസാദം എടുത്ത് എന്നെ ആശീർവദിച്ചാലും. എന്ത് പറഞ്ഞ് ആശീർവദിക്കണം? പെട്ടെന്ന് തന്നെ കല്യാണം നടക്കണമെന്ന് ആശീർവദിക്കണം. ഈ വയസ്സിൽ എന്തിനാ കല്യാണം? കല്യാണത്തിന് വയസ്സൊന്നും ഒരു പ്രശ്നമല്ല പൂജാരി. പ്രസാദം എടുത്ത് കൈ തരികയല്ലേ, ആശീർവദിക്ക്. അപ്പൊ എന്റെ ദക്ഷിണ? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ തന്നോളാം. കലിയുഗം എന്നല്ലാതെ എന്താ പറയുക? ഇതുകൊണ്ടാ ഭൂകമ്പവും സുനാമിയും ഒക്കെ വരുന്നത്. ആശീർവദിക്കാൻ പറഞ്ഞല്ലേ പൂജാരി. നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കട്ടെ. വളരെ താങ്ക്സ് പൂജാരി. എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങളെ കണ്ടോളാം. എന്താവശ്യത്തിന്? ഞങ്ങള് കല്യാണം നടത്താൻ. അയ്യോ, ആന്റി, ആന്റിയുടെ പാത്രത്തിൽ എന്റെ ബോള് വീണു. അതൊന്ന് എടുത്തു തരാവോ? അമ്പലത്തിൽ പോലും സ്വൈര്യം തരില്ലെന്ന് വെച്ച തെമ്മാടികള്. പാവ ആന്റി ദേഷ്യപ്പെട്ടാടാ പോകുന്നേ. ആന്റി പോകുന്നെങ്കിൽ പോട്ടടാ. നീ അങ്ങോട്ട് നോക്ക്, അവിടെ നിന്ന് കുറെ ആന്റിമാരും ഐറ്റംസും വരുന്നുണ്ട്.
ഹായ് അളിയാ, സാധാരണ പോലെയല്ല, ഇന്ന് അടിപൊളിയാ. എറിയടാ ബോള്. ആർക്കാണ് ഭാഗ്യം നോക്കാം. ബോള് തലയിൽ കൊണ്ടോ ബേബി. സോറി. ആരുടെ നീയൊക്കെ? ബോള് കൊണ്ടത് ആ ബേബിയുടെ തലയിലല്ലേ. നീ എന്തിനാ സീരിയസ് ആവുന്ന ബേബി? എടാ, ഈ ബേബിയുടെ ദേഹത്ത് വീണില്ലല്ലോ, അതുകൊണ്ട് വിഷമിക്കുന്നതാവും. നീയൊക്കെ എന്താടാ പറയുന്നേ? കൊന്നു കളയോ എല്ലാത്തിനെയും. ഹീറോ സാറിന് ദേഷ്യം വരുത്തടാ. ഇവൻ എന്ത് ഹീറോ ആടാ ഇനി? ഓ, വികലാംഗനായ ഹീറോ ആണോ? എന്റെ ഭർത്താവിന് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. എടാ, ഹീറോയിനും ദേഷ്യം വന്നടാ. നിന്നെ വെറുതെ വിടൂലെന്നാ പറയുന്നേ. ഹീറോയ്ക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടല്ലോടാ. നല്ലൊരു സുന്ദരി പെണ്ണിനെയായി വികലാംഗന് കിട്ടിയത്. ഇനി ഒരു തവണ കൂടി എന്തെങ്കിലും പറഞ്ഞാ നിന്നെ വെറുതെ വിടില്ല. അമ്പലത്തിന്റെ പടിക്കൽ നിന്നിട്ടാണ് നിന്റെയൊക്കെ ഗുണ്ടായിസം. ഹീറോയിൻ അവളല്ലടാ, ഇവളാ. എന്റെ ഏടത്തി അവൾ ഇവളെന്ന് പറഞ്ഞ കൊന്നു കളയും. അവരോട് നമ്മൾ എന്തിനാ വെറുതെ? വേഗം വാ, നമുക്ക് പോവാം. എങ്ങോട്ട് പോവുന്നാ? ഇവന്റെ ദേഹത്തോട്ടിട്ട് ഇവിടെ നിന്ന് ഓടി പോവെന്നാണോ? നീ അവളുടെ ചെകിടത്തുറം കൊടുക്കടാ. നീ എന്നെ അടിക്കുന്നോ? ആ, ഇവിടെ നമുക്ക് നമ്മുടെ ഗോഡൌണിൽ കൊണ്ടുപോടാ. ഓടി ഇങ്ങോട്ട്. അയ്യോ വാസു, പോടാ അങ്ങോട്ട്. എടാ അളിയാ, പോലീസ് വരുന്നടാ. വാ, പോടാ. നിങ്ങളെയൊന്നും വെറുതെ വിടില്ല. വിട്ടേക്ക് വസു. ഏടത്തി, ഒന്നും പറ്റിയില്ലല്ലോ. എനിക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊന്നേനെ ഓമാരെ. ഐ എം സോ സോറി ഏടത്തി. എനിക്ക് കുഴപ്പമൊന്നുമില്ല അഖിൽ. ഏട്ടത്തി, നമുക്ക് പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് പോവാം. അമ്മാര് വീണ്ടും വന്നാ എന്റെ കൈ കൊണ്ട് തന്നെ ചാവും തെമ്മാടികള്. ആ ഗുണ്ടകളോട് വെറുതെ എന്തിനാ പ്രശ്നത്തിന് നിൽക്കുന്നേ? വരെ എല്ലാവർക്കും പോവാം. എന്റെ രാജ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരൊന്നും എന്റെ ദേഹത്ത് കൈവെക്കില്ലായിരുന്നു. വെക്കുന്നതിന് മുന്നേ അവന്മാരൊക്കെ കൈ ഓടിച്ചേനെ. താങ്ക് ഗോഡ്, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. സോറി ഏടത്തി. എനിക്ക് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഏടത്തിയുടെ മേലെ കൈവച്ച അവന്മാരുണ്ടല്ലോ, അടിച്ച് കൊന്നേനെ. നിന്റെ കാല് പെട്ടെന്ന് തന്നെ ശരിയാകും. നമ്മൾ ഹോമം ചെയ്തു കഴിഞ്ഞല്ലോ. നിന്റെ കാല് സുഖപ്പെടുത്തുന്ന ദൈവം തന്നെ ആ തെമ്മാടികൾക്കുള്ള ശിക്ഷയും കൊടുക്കും. നമ്മളത് ഉടനെ കാണും.
അയ്യോ പ്ലീസ് മാഡം ക്ഷമിക്കണം മാഡം ഞങ്ങൾ അറിയാതെ പറ്റിയതാണ് മാഡം ഇനി ഒരിക്കലും ഞങ്ങൾ ആവർത്തിക്കില്ല പ്ലീസ് മാഡം ഞങ്ങളോട് ക്ഷമിക്കണം മാഡം ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല മാഡം പ്ലീസ് മാഡം ഞങ്ങളൊന്നും ക്ഷമിക്കണം പ്ലീസ് മാഡം എന്തു പറ്റി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ? ആരാ നിങ്ങളെ ഉപദ്രവിച്ചത്? പോലീസോ മറ്റോ തല്ലിയിരിക്കോ എന്തോ? പോലീസ് ആരും കേട്ടിട്ടല്ലേ ഇവർ ഓടിപ്പോയത്? പോലീസ് തന്നെ ഇവരെ പിടിച്ച് തല്ലിയിരിക്കും. പക്ഷെ ഇത്രയും വേഗം പോലീസ് എങ്ങനെ ആക്ഷൻ എടുക്കുന്നത്? നമ്മൾ കംപ്ലൈന്റ് പോലും കൊടുത്തിട്ടില്ലല്ലോ. അത് ശരിയാണല്ലോ. നമ്മളിവിടെ എത്തുന്നതിന് മുൻപ് ഇവരെ തല്ലി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാരായിരിക്കും? നിങ്ങളെ തല്ലിയത് പോലീസുകാരല്ലേ? അല്ല ചെറിയമ്മേ, ഇവരെ അടിച്ചത് പോലീസുകാരൊന്നും അല്ല, പുലി. പുലിയോ? ആരാ ഉണ്ണി? ദേ അങ്ങോട്ട് നോക്കമ്മേ, ടൈഗർ അവിടെ നിപ്പുണ്ട്. സാർ സാർ പ്ലീസ് സാർ വെറുതെ വിടണം സാർ പ്ലീസ് സാർ പ്ലീസ് സാർ ഞങ്ങളൊന്ന് അയച്ചു വിടും സാർ. ഒരിക്കലും ആവർത്തിക്കില്ല സാർ പ്ലീസ് സാർ. ഞങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല സാർ. സാർ അറിയാതെ പറ്റിയതാ സാർ. അറിയാതെ പറ്റിയതാ പറയടാ നിങ്ങളെങ്കിലും ഒന്ന് പറയണം പ്ലീസ് സാർ സാറേ. പ്ലീസ് സാർ. സാറേ ഞങ്ങൾ അയച്ചു വിടും സാറേ. ഞങ്ങൾ ആവർത്തിക്കില്ല പ്ലീസ് മാഡം സത്യം. ഞങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല സാർ. ഇവരടിച്ചത് ഏട്ടനാണോ? അതെ മാഡം, ഇദ്ദേഹമാണ് ഞങ്ങളെ തല്ലിയത്. ഞങ്ങളുടെ കൈ കെട്ടിയിട്ടു. മാഡത്തിനോട് ക്ഷമ ചോദിക്കാനും പറഞ്ഞു. നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ അയാൾ ഞങ്ങളെ കൊല്ലും മാഡം. ക്ഷമിച്ചെന്നൊരു വാക്ക് പറയൂ മാഡം. പ്ലീസ് മാഡം. പറയൂ മാഡം. പറയും മാഡം. സാർ ഞങ്ങളെ കൊല്ലും മാഡം. പ്ലീസ് മാഡം. മാഡം ഒന്ന് ക്ഷമിക്കണം മാഡം. പ്ലീസ് മാഡം. ഒന്ന് അയച്ചു വിടും മാഡം. പാവം വിട്ടേ കേട്ടാ. ഇപ്പൊ തന്നെ ഒരുപാട് അടികൊണ്ടിരിക്കുക. ഇനി ഏതെങ്കിലും പെണ്ണിനെ നീയൊക്കെ കമന്റ് അടിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ ഇല്ല സാർ പിന്നെ കെട്ടാ നിന്റെ ഒന്നും കൈ പോലും ഉണ്ടാവും. അവരെ നീ എപ്പോഴാ തല്ലിയത് അബി? ഇവരെ പറ്റി അഭിയേട്ടൻ എപ്പോഴാ അറിഞ്ഞത്? അല്ല ഇതൊക്കെ എപ്പോഴാ നടന്നത്? എല്ലാം ഞാൻ പറയാമേ. ആ റൗഡികൾ അറ്റാക്ക് ചെയ്തപ്പോ ഓടാ. അഖിലിന്റെ അടുത്തും കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ വെഡിങ് ഇവന്റ് ഡിസൈൻ ചെയ്യാട്ടോ. ഓക്കെ, ഒരു മിനിറ്റ് ഏട്ടാ. വസുന്ധരയെ വിളിക്കുന്നത് എന്താണെന്ന് ചോദിക്കട്ടെ. എങ്ങോട്ടാ നിങ്ങളൊക്കെ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നേ? നിങ്ങളുടെ പുറകെ യമൻ വരുന്നുണ്ട്. ഹീസ് ഓൺ ദി വേ.
എടാ ആ പോലീസ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ആ പെണ്ണിനെ അങ്ങ് കൊണ്ടുവരുന്നല്ലടാ. അതെ അളിയ, ഇന്ന് അവള് രക്ഷപ്പെട്ടാലും ഇനി ഒരു ദിവസം നമ്മുടെ കയ്യിൽ പെടും. അതേടാ, ഇനി ഒരിക്കൽ കൈ കിട്ടുമ്പോ ഒരിക്കലും വിടാൻ പാടില്ല. പ്രധാനമായിട്ട് എന്റെ ആ ചെകിടത്തടിച്ച് അവളില്ലേ, അവളെ വിടാനേ പാടില്ല. അതെ അളിയ.